morning, dear students. I am stranger to you and you are stranger to me. We are strangers to each other. Owing to the persistence of language, this unfamiliarity between us shall surely disappear. And when this corona pandemic will come to an end, I hope that we shall be able to meet one another. I hope that today's class shall prove to be very engaging, and in addition, we shall surely get into each other. Before moving to the syllabus, I would like to present a brief introduction on the topic we are going to cover in this paper. Dear students, I have uploaded the syllabus for my portion in the WhatsApp group yesterday. Please go through it. I will be taking third and fourth unit of your third paper, EDU 103 in technology. Please remember the point. Our course code is EDU 103. EDU 103 is our course code. It's a great loss that I can't see you all dear learners in person. The respective teachers will be giving their subject outline in their corresponding period online. Then we can move to our syllabus, that is Educational Technology. Course code EDU 103 Educational Technology. Dear students, you have studied various subjects during your UG and PG courses or MA or degree courses, BA courses or BSc or MSc courses. Then what do you mean by educational technology? This term is very familiar with everyone. Then, in the Malayalam Bhashandram endanu namukku nokkam. Educational technology. What is the Malayalam meaning of technology? പ്രവൃത്തി രീതി, തൊഴിൽ ശാസ്ത്രജ്ഞാനം, സാങ്കേതിക വിദ്യ എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിൻ്റെ മലയാള ഭാഷാന്തരത്തിലേക്ക് പറയാം. നമ്മുടെ ടൈമിലല്ല എഡ്യൂക്കേഷണൽ ടെക്നോളജി അഥവാ വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യ. Educational technology means that വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യ. Please remember the point. Educational technology വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യ. എന്നാൽ നമുക്ക് ഈ വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യ എന്നതിനെ എങ്ങനെ നിർവചിക്കാം? വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യ എന്നാൽ പഠിതാക്കളുടെ ജ്ഞാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് നിർവചിക്കാം. Once again repeat the point. വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യ എന്നാൽ പഠിതാക്കളുടെ ജ്ഞാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധികൾ എന്ന് നമുക്ക് നിർവചിക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? നമുക്കറിയാം, പഴയ കാലഘട്ടങ്ങളിൽ ഏകദേശം ഒരു 15 വർഷം മുമ്പ് വരെയുള്ള കാലഘട്ടങ്ങളിൽ സ്വാഭാവികമായും ഈ ടെക്നോളജിക്കൽ എയ്ഡ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് പറയാൻ വേണമെങ്കിൽ ഈ സാങ്കേതിക വിദ്യയുടെ ഡെവലപ്മെന്റ് തന്നെ ചക്രത്തിന്റെ കണ്ടുപിടുത്തം, തീയുടെ കണ്ടുപിടുത്തം, ഇതിൽ നിന്ന് തുടങ്ങി നമ്മുടെ സാങ്കേതിക വിദ്യയുടെ വികാസം എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കി പറയാം. അതവിടെ കിടക്കട്ടെ. നമുക്ക് നമ്മുടെ പാട്ടിലേക്ക് വരാം. എഡ്യൂക്കേഷണൽ ടെക്നോളജി അഥവാ വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യ. ഇതിനെങ്ങനെ നിർവചിക്കാമെന്ന് പറഞ്ഞു? വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യ എന്നാൽ പഠിതാക്കളുടെ ജ്ഞാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധികൾ എന്ന് വേണമെങ്കിൽ നിർവചിക്കാം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഞാനൊരു ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കുന്നു, വൈറ്റ് ബോർഡ് ഉപയോഗിക്കുന്നു, അതോടൊപ്പം എൻ്റെ കയ്യിൽ ഒരു പെന്നുമുണ്ട്. ഞാൻ നിങ്ങൾക്ക് പുതിയ പുതിയ ടേമുകൾ വരുമെങ്കിൽ, ടേം എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് അറിയപ്പെടാത്ത അൺനൗൺ ആയിട്ടുള്ള വേർഡ്സുകൾ വരുമെങ്കിൽ ഉടനെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് ഈ വൈറ്റ് ബോർഡ്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം, വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യയിൽ ഇതുപോലെ സാങ്കേതികപരമായ എന്താണോ കുട്ടികളുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നാം ഉപയോഗിക്കുന്നത്, അതിനെ നമുക്ക് എഡ്യൂക്കേഷണൽ ടെക്നോളജി എന്ന് പറയാം. ഞാൻ എടുക്കുന്ന പോർഷൻ എഡ്യൂക്കേഷണൽ ടെക്നോളജിയുടെ ഒരു പാർട്ടാണെങ്കിലും എഡ്യൂക്കേഷണൽ ടെക്നോളജി എന്ന് പറയുന്ന യൂണിറ്റ് നിങ്ങൾക്ക് എടുക്കുന്നത് ഷഹന മിസ് ആണ്. ഷഹന മിസ് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞു തരും. എങ്കിലും ഞാൻ ഇത്രയും പറയാൻ കാരണം ഒരു ആമുഖം എന്ന നിലയിൽ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ എഡ്യൂക്കേഷണൽ ടെക്നോളജിയുടെ ഒരു പാർട്ടാണ് നമ്മൾ ഇന്ന് ഈ ഭാഗത്ത് എടുക്കുന്നത്, അതായത് യൂണിറ്റ് 3 and 4. I will be taking the third and fourth unit of our third paper, EDU 103 in technology.
I believe that it's a great loss that I can't see you all dear learners in person. Dear friends, respective teachers will be giving their subject outline in their corresponding period online. Then we can move to the syllabus part, that is communication. Then what do you mean by communication? Unit 3, communication. Unit 3, communication. Then what do you mean by communication? The word communication is derived from the Latin word communis or communicer, which means common. Communication means exchanging ideas with someone. Exchanging ideas with someone. Then what are the basic characteristics involved in the communication? Communication takes place through the verbal and non-verbal medium. The specific term is verbal and non-verbal. What do you mean by verbal and non-verbal? Verbal and non-verbal. നമുക്കറിയാം ഇന്റർനാഷണൽ ലാംഗ്വേജ് എന്ന് പറയപ്പെടുന്നത് ഇംഗ്ലീഷാണ്. ഒരു സംശയമില്ല, ഇന്റർനാഷണൽ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. എന്നാൽ നമുക്ക് പറയാം ലാംഗ്വേജ് ഇല്ലാതെ തന്നെ അഥവാ ഭാഷ ഉപയോഗിക്കാതെ തന്നെ നമുക്കൊരു വസ്തുതയും മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പറയാം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഞാൻ പറഞ്ഞേ ഉള്ളൂ, അതായത് ഭാഷ ഉപയോഗിക്കാതെ ആംഗ്യങ്ങളിലൂടെ facial expressionലൂടെ നടത്തുന്നതിനെയാണ് gestures or facial expression or any other kind of gestures, that is known as a non-verbal communication. Then next one is verbal communication or oral communication. Therefore, communication can take place through a verbal or non-verbal medium. It takes place around all the time. It is a basic requirements of all our social, economic and political activities. The famous definition of John Adair. The famous definition of John Adair. Communication is essentially the ability of one person to make contact with another and make himself or herself understood. Please write the lecture note. According to John Adair, communication is essentially the ability of one person. Ability of one person. Therefore, we can say that it is a skill of a person. Communication is essentially the ability of one person to make contact with another and make himself or herself understood. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു വ്യക്തിയുടെ ഒരു കഴിവാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. അതേസമയം ടു മേക്ക് കോണ്ടാക്ട് വിത്ത് അനദർ, മറ്റൊരു വ്യക്തിയുമായി കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഭാഷ വേണം, അഥവാ ആശയവിനിമയ രീതികൾ നമ്മൾ ഉപയോഗിക്കുന്നു. ആൻഡ് മേക്ക് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് അണ്ടർസ്റ്റുഡ്. അങ്ങനെ ആശയവിനിമയത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപാധി മാത്രമാണ് എന്തെന്നുള്ളത് ടെക്നോളജി എന്ന് പറയുന്നത്. ആശയവിനിമയത്തിൽ ഉപയോഗിക്കുന്ന ഒരു വിനിമയ ഉപാധിയാണ് എന്തെന്ന് പറയുന്നത് ലാംഗ്വേജ് എന്ന് പറയപ്പെടുന്നത്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കാം. Repeat the definition again. According to John Adair, ADAIR, communication is essentially the ability of one person to make contact with another and make himself or herself understood. നമ്മളിവിടെ മുമ്പ് പറഞ്ഞു communication can take place through verbal and non-verbal medium. What is the meaning of verbal and non-verbal medium? കമ്മ്യൂണിക്കേഷൻ രംഗത്ത് പ്രഗത്ഭനായ ആൽബർട്ട് മൊറാബിയൻ, വളരെ പ്രഗത്ഭനായ വ്യക്തിയാണ്. കമ്മ്യൂണിക്കേഷൻ രംഗത്തെ വളരെ പ്രഗത്ഭനായ വ്യക്തിയായ ആൽബർട്ട് മൊറാബിയൻ ഇങ്ങനെയാണ് അഭിപ്രായപ്പെട്ടത്: നാം നൽകുന്ന സന്ദേശത്തിന്റെ 55% വാക്കുകളില്ലാത്ത പ്രവൃത്തിയിലൂടെ സന്നിവേശിപ്പിക്കാവുന്നതും 38% നമ്മുടെ ശബ്ദത്തിന്റെ ധ്വനിയിൽ കൂടിയും കേവലം 7% മാത്രം വാക്കുകൾ കൂടി പകരുന്നതുമാകുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം. ആൽബർട്ട് മൊറാബിയന്റെ അഭിപ്രായത്തിൽ നാം നൽകുന്ന സന്ദേശം, അതായത് നാം കൊടുക്കുന്ന സന്ദേശത്തിന്റെ 55%, 55% എന്തിനെ ബേസ് ചെയ്ത് നിലകൊള്ളുന്നു? വാക്കുകളില്ലാത്ത പ്രവൃത്തിയിലൂടെ നിലകൊള്ളുന്നു. ഒരു എക്സാമ്പിൾ പറയാം. ഒരു വ്യക്തി ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഇവിടെ 2 വ്യക്തികൾ ഇരുന്ന്
സംസാരിക്കുന്ന സമയത്ത് ആ വ്യക്തി കേൾക്കാൻ പാടില്ലാത്ത എന്തോ കാര്യമാണ് ഈ രണ്ട് വ്യക്തികളും കൂടെ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് വിചാരിക്കുക. ഉടൻ തന്നെ കണ്ണുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന വ്യക്തി മറ്റേ വ്യക്തിയോട് പറഞ്ഞില്ല, കണ്ണുകൊണ്ട് ഒരു ആംഗ്യം കാട്ടി, ഇങ്ങനെയൊന്ന് വെറുതെ ഒരു ആംഗ്യം കാട്ടി, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു. ഉടനെ തന്നെ മറ്റേ വ്യക്തിക്ക് മനസ്സിലായി ആരോ വരുന്നുണ്ട്, ഞാൻ സംസാരം ഇവിടെ വെച്ച് നിർത്തണമെന്ന്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ വാക്കുകളൊന്നും തന്നെ ഉപയോഗിച്ചില്ല. വാക്കുകൾ ഒന്നും തന്നെ ഉപയോഗിക്കാതെ തന്നെ 55%, അതാണ് പറയുന്നത് മൊറാബിയൻ അഭിപ്രായപ്പെടുന്നത്, നാം നൽകുന്ന സന്ദേശത്തിന്റെ 55% വാക്കുകളില്ലാത്ത പ്രവൃത്തിയിലൂടെ സന്നിവേശിപ്പിക്കാവുന്നതും 38% നമ്മുടെ ധ്വനി അഥവാ ടോൺ. നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന ടോണിന്റെ വ്യതിയാനം അനുസരിച്ച് അർത്ഥവ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ടോണിൽ വരുന്നതും കേവലം 7% മാത്രം, കേവലം 7% മാത്രം വാക്കുകളിൽ ഉൾക്കൊള്ളുന്നു. അങ്ങനെയെങ്കിൽ വെർബൽ കമ്മ്യൂണിക്കേഷനേക്കാൾ പ്രാധാന്യം എന്തിനർഹിക്കുന്നുണ്ട്? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അർഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞേ ഉള്ളൂ, 55, 38, 7. 55% വാക്കുകളില്ലാത്ത പ്രവൃത്തികളിലൂടെയും 38% ടോണിലൂടെ അഥവാ നമ്മൾ ഉപയോഗിക്കുന്ന ധ്വനിയിലൂടെയും 7% മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിലൂടെയുമാണ് ഒരു സന്ദേശം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പാസ് ചെയ്യപ്പെടുന്നത്. ജസ്റ്റ് ഞാൻ അറിയാൻ വേണ്ടി മാത്രം ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇവിടെ മനസ്സിലാക്കുക, കമ്മ്യൂണിക്കേഷൻ ടേക്ക് പ്ലേസ് ഇൻ വേരിയസ് ഫോംസ് സച്ച് ആസ് when you tell your friend about the latest movie you watched, or during interaction between the teacher and the students, through public announcement, notices and so on. ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയം നമ്മൾ നടത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ജിം റോൺ എന്ന് പറയുന്ന പ്രശസ്തനായ വ്യക്തി, JIMROHN, ജിം റോൺ എന്ന് പറയുന്ന പ്രശസ്തനായ വ്യക്തി പറഞ്ഞത്, if you just communicate you get by. If you just communicate, you get by. But if you communicate skillfully, you can work miracles. അങ്ങനെയെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. എബിലിറ്റി ടു ഡു സംതിങ്. വാട്ട് യു മീൻ ബൈ സ്കിൽ? എബിലിറ്റി ടു ഡു സംതിങ്. According to in the words of John Ron, if you just communicate, you get by. But if you communicate skillfully, you can work miracles. അങ്ങനെയെങ്കിൽ കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് എന്താണ്? ഒരു മിറക്കലാണ്, ഒരു മഹാത്ഭുതമാണ്, ഒരു അതിശയം തന്നെ പ്രവർത്തിക്കാൻ ഈ കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് സാധിക്കുമെന്നാണ് ഇദ്ദേഹത്തിന്റെ ജിം റോണിന്റെ വാക്കുകളിൽ നാം കാണുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ബിഎഡിന്റെ ഈ സിലബസിൽ ഇങ്ങനെ ടെക്നോളജി എന്ന പാഠഭാഗം ഉൾപ്പെടുത്തുവാനും അതോടൊപ്പം ആ ടെക്നോളജിയിൽ കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയം എന്ന് പറയപ്പെടുന്ന ഒരു പാഠഭാഗം ഉൾപ്പെടുത്തുവാനുള്ള കാരണം എന്തെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ നാം ആരുമായി ഇന്ററാക്ട് ചെയ്യുന്നു? നമ്മളിവിടെ പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ ടേക്ക് പ്ലേസ് ഇൻ വേരിയസ് ഫോംസ് സച്ച് ആസ് when you tell a friend about the latest movie you watched, or during interaction between the teacher and the student, through public announcement and notices and so on. ഈ സന്ദർഭങ്ങളിലെല്ലാം നമുക്ക് എന്ത് വേണം? കമ്മ്യൂണിക്കേഷൻ വേണം, ആശയവിനിമയം വേണം. അങ്ങനെയെങ്കിൽ ബിഎഡിന്റെ സിലബസിനകത്ത് ഉൾപ്പെടുത്താനുള്ള പ്രധാന കാരണം ടീച്ചർ പീപ്പിൾ റിലേഷൻഷിപ്പ് എങ്ങനെ നല്ല രീതിയിൽ സ്മൂത്തൻ ചെയ്തുകൊണ്ട് എങ്ങനെ മറ്റൊരു വ്യക്തിയിലേക്ക് നമുക്ക് ആശയങ്ങൾ എത്തിക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ നമുക്ക് തരുന്നതാണ് ഈ പാർട്ടിലൂടെ അഥവാ കമ്മ്യൂണിക്കേഷൻ എന്ന പാർട്ടിലൂടെ. വില്യം ന്യൂമാൻ ചാൾസ് സമ്മർ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളും കൂടി ഒരു ഡെഫിനേഷൻ നൽകിയിട്ട് വളരെ ഫേമസ് ആയ ഡെഫിനേഷനാണ്. അതേസമയം സാധാരണ രീതിയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡെഫിനേഷനാണ്. പ്ലീസ് നോട്ട് ഇൻ യുവർ ലെക്ചർ നോട്ട്. ദാറ്റ് ഈസ് വില്യം ന്യൂമാൻ ആൻഡ് ചാൾസ് സമ്മർ. Communication is an exchange of ideas. Communication is an exchange of idea. ഇത് തന്നെയാണ് നമ്മൾ മീനിങ്ങിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എക്സ്ചേഞ്ച് ഓഫ് ഐഡിയ, നമ്മുടെ ആശയങ്ങൾ നാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുവാൻ നമുക്ക് എന്ത് വേണം? ആശയവിനിമയം നടത്തുവാൻ കമ്മ്യൂണിക്കേഷൻ നാം ഉപയോഗിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ ഈസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, ഫാക്ട്സ്, ഒപ്പീനിയൻ ഓർ ഇമോഷൻസ് ഓഫ് ടു ഓർ മോർ പേഴ്സൺ. രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിലുള്ള ആശയവിനിമയം നടത്തുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ.
Repeat the points again. According to Newman and Charles Summer, communication is an exchange of ideas, facts, opinion or emotion of two or more persons. The next important definition is according to Louis Allen, L-O-U-I-S, Louis Allen, A-double-L-E-M. According to Louis Allen, communication is a bridge of meaning. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? കമ്മ്യൂണിക്കേഷൻ ഈസ് എ ബ്രിഡ്ജ് ഓഫ് മീനിങ്. ഇനി ഈ കമ്മ്യൂണിക്കേഷനകത്ത് അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇറ്റ് ഇൻവോൾവ്സ് എ സിസ്റ്റമാറ്റിക് ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് ടെല്ലിംഗ്, ലിസണിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. 3 മെയിൻ കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ഈസ് എ ബ്രിഡ്ജ് ഓഫ് മീനിങ്, ഇറ്റ് ഇൻവോൾവ്സ് എ സിസ്റ്റമാറ്റിക് ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ്. ഇതെങ്ങനെയുള്ളതാണ്? ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക്കോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സോ ആകുന്നു എന്നാണ് ഇതിനകത്ത് പറയപ്പെടുന്നത്. ദാറ്റ് ഈസ് ടെല്ലിംഗ്, ലിസണിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചേക്കാം, എന്തുകൊണ്ടാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ലിസണിങ് എന്ന് പറയാനുള്ള കാരണം? ഒരു ടീച്ചർ എപ്പോഴും ആരായിരിക്കണം? The teacher should be an active listener. എപ്പോഴും ഒരു ആക്റ്റീവ് ലിസണർ ആയിരിക്കണം ഒരു അധ്യാപിക എന്ന് പറയുന്നത്. എന്താണ് ലിസണിങ്ങും ആക്റ്റീവ് ലിസണിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്? ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഫേസ് ടു ഫേസ് ആയിട്ട് നിങ്ങളോട് സംസാരിക്കുന്നെന്ന് വിചാരിക്കുക. ആ സമയം ഞാൻ നിങ്ങളോട് പറയുന്നതിനനുസരിച്ച് നിങ്ങൾ തലയാട്ടുന്നു, ശരിയാണെന്നുള്ള രീതിയിൽ നിങ്ങളുടെ മുഖഭാവം വരുത്തുന്നു, സംശയം വരുന്ന സമയത്ത് നിങ്ങൾ കൈകൾ ഉയർത്തുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളൊരു ആക്റ്റീവ് ലിസണറാണ്. കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങളാണോ അധ്യാപകന്റെ അടുത്ത് വന്ന് പറയാൻ ശ്രമിക്കുന്നത്, ആ സമയങ്ങളിൽ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ ആരായിരിക്കണം? ഒരു ആക്റ്റീവ് ലിസണർ ആയിരിക്കണം. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? കമ്മ്യൂണിക്കേഷൻ ഈസ് എ ബ്രിഡ്ജ് ഓഫ് മീനിങ്, ഇറ്റ് ഇൻവോൾവ്സ് എ സിസ്റ്റമാറ്റിക് ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് ടെല്ലിംഗ്, ലിസണിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനെയെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പറയാം? കമ്മ്യൂണിക്കേഷൻ ഈസ് എൻ ആർട്ട്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കലയാണ്. നമ്മൾ ഇതിനു മുൻപേ പറഞ്ഞു, ആരുടെ? ജോൺ ട്രിമിന്റെ വാക്കുകളിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞു, ജിം റോണിന്റെ വാക്കുകളിലാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞത്, ഇഫ് യു ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് യു ഗെറ്റ് ബൈ, ബട്ട് ഇഫ് യു കമ്മ്യൂണിക്കേറ്റ് സ്കിൽഫുള്ളി യു ക്യാൻ വർക്ക് മിറക്കിൾസ്. അങ്ങനെയെങ്കിൽ ഇത് ആർട്ടാണ്. ഈ ആർട്ട്, ഈ കമ്മ്യൂണിക്കേഷൻ എന്ന ആർട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇഫ് യു കമ്മ്യൂണിക്കേറ്റ് സ്കിൽഫുള്ളി യു ക്യാൻ വർക്ക് മിറക്കിൾസ്. അത്ഭുതങ്ങളാണ് ഈ കമ്മ്യൂണിക്കേഷനിലൂടെ സംഭവിക്കാൻ പോകുന്നത്. ജസ്റ്റ് ലിസൺ, കമ്മ്യൂണിക്കേഷൻ ഇസ് ആൻ ആർട്ട്. കമ്മ്യൂണിക്കേഷൻ ഇസ് ആൻ ആർട്ട്. സയൻസ് അടുത്ത പാർട്ടാണ്. കമ്മ്യൂണിക്കേഷൻ ഇസ് എ സയൻസ്. കാരണം എന്താണെന്ന് പറയാൻ കാരണം, ഇതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. സിസ്റ്റമാറ്റിക് പ്രോസസ്സിനെ കുറിച്ച് പഠനം നടത്തുന്ന എന്തിനേയും നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് സെർച്ച് എന്ന ടൈമിലല്ല അറിയപ്പെടുന്നത്. അതുകൊണ്ട് നമുക്കറിയാം, ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ്. അതുകൊണ്ട് ഇതൊരു സയൻസ് ആണ്. കമ്മ്യൂണിക്കേഷൻ ഇസ് ആൻ ആർട്ട്, എ സയൻസ്, വെരിഫൈയിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് സർട്ടൻ വൈറ്റൽ ടെക്നിക്സ് ആൻഡ് സ്കിൽസ്. ഒരു കമ്മ്യൂണിക്കേഷനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് എന്തൊക്കെ? സയൻസ്, ക്രാഫ്റ്റ്, ക്രിയേറ്റിവിറ്റി, ആർട്ട്, വെരിഫയബിൾ പ്രിൻസിപ്പിൾസ് ആൻഡ് സർട്ടൻ ടെക്നിക്സ് ആൻഡ് സ്കിൽസ് റെസ്പെക്റ്റീവ്ലി. ഡിയർ സ്റ്റുഡൻസ്, അങ്ങനെയെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ആസ് ഇറ്റ് ഈസ് ആർട്ട്, സയൻസ് ആൻഡ് ക്രാഫ്റ്റ്, ഇറ്റ് ഈസ് എ കോംപ്ലക്സ് പ്രോസസ്. അങ്ങനെയെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്, ഒരു സയൻസ് ആണ്, ഒരു ക്രാഫ്റ്റ് ആണ്, ഒരു ക്രിയേറ്റീവ് വർക്കാണ്. ഇത് ടെക്നിക്സ് അടങ്ങിയിട്ടുണ്ട്, സ്കിൽസ് അടങ്ങിയിട്ടുണ്ട്. എങ്കിൽ ആസ് ഇറ്റ് ഈസ് ആർട്ട്, സയൻസ് ആൻഡ് ക്രാഫ്റ്റ്, ഇറ്റ് ഈസ് എ കോംപ്ലക്സ് പ്രോസസ്. അതുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്തെന്നറിയപ്പെടാം? ഇറ്റ് ഈസ് എ കോംപ്ലക്സ് പ്രോസസ്. കമ്മ്യൂണിക്കേഷൻ ഈസ് എ കോംപ്ലക്സ് പ്രോസസ്. ദ സ്കിൽസ് റിക്വയർഡ് ഫോർ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആർ ലേണബിൾ. അങ്ങനെയെങ്കിൽ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ലേണബിൾ ആണ്. നമ്മൾ ചിലരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്ത് ചെയ്യാം, എൻ്റെ സംസാരം ഇങ്ങനെ ആയിപ്പോയി, എനിക്ക് ഇതേ പറ്റും, മാറ്റാൻ പറ്റും. നമ്മുടെ സംസാര ശൈലി, നമ്മുടെ ടോൺ, നമ്മുടെ ജെസ്റ്റേഴ്സ്, ഇതെല്ലാം നമുക്ക് മാറ്റാൻ സാധിക്കും. ദ സ്കിൽസ് റിക്വയർഡ് ഫോർ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആർ ലേണബിൾ. അതായത് അപരനെ, നാം ഏത് വ്യക്തിയോടാണോ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ശ്രോതാവിനോട് സംസാരിക്കുമ്പോൾ ആ ശ്രോതാവിന് മനസ്സിലാകുന്ന രീതിയിൽ
സെന്ററിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങൾ വേണ്ടുന്ന രീതിയിൽ മനസ്സിലാക്കുന്ന രീതിയിൽ മാറ്റണമെങ്കിൽ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആക്കണമെങ്കിൽ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ദ സ്കിൽസ് റിക്വയർഡ് ഫോർ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻസ് ആർ ലേണബിൾ. വൺ ക്യാൻ ബിക്കം ആൻ എക്സ്പേർട്ട് വിത്ത് പ്രാക്ടീസ്. നമ്മൾ സാധാരണ പറയാറുണ്ട് എക്സ്പീരിയൻസ് മേക്സ് മാൻ പെർഫെക്റ്റ്. അത് തന്നെയാണ് വൺ ക്യാൻ ബിക്കം ആൻ എക്സ്പേർട്ട് വിത്ത് പ്രാക്ടീസ്. ഞാൻ നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള ആ ഒരു വീഡിയോയിലൂടെ കടന്നുപോയി. അപ്പോൾ ആരോ ഒരു വ്യക്തി, പേര് ഞാൻ ഓർക്കുന്നില്ല, ഇങ്ങനെ പറയുണ്ടായി എനിക്ക് സ്റ്റേജ് ഫിയർ ഉള്ള വ്യക്തിയാണെന്ന്. വളരെ നിസ്സാരമാണ്. സ്റ്റേജ് ഫിയർ എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ ഉള്ള കാര്യമേ അല്ല. കാരണം എക്സ്പീരിയൻസ് മേക്സ് മാൻ പെർഫെക്റ്റ്. വൺ ക്യാൻ ബിക്കം ആൻ എക്സ്പേർട്ട് വിത്ത് പ്രാക്ടീസ്. പ്രാക്ടീസിലൂടെ ഒരു വ്യക്തിയെ എക്സ്പേർട്ട് ആക്കി തീർക്കാൻ സാധിക്കും. ടീച്ചിങ് പ്രാക്ടീസിന്റെ കാലയളവിൽ, അതായത് ഏകദേശം ഒരു 10-24 വർഷങ്ങൾക്ക് മുൻപ് ടീച്ചിങ് പ്രാക്ടീസിന്റെ എൻ്റെ അധ്യാപന പരിശീലന കാലഘട്ടത്തിൽ B.Ed ഞാൻ പഠിച്ചത് കൊല്ലത്താണ്. ആ സമയത്ത് ഞങ്ങളുടെ സാറ് ക്ലാസ് കാണാൻ വരും. ഞങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് വിട്ട് സാർ ക്ലാസ് കാണാൻ വരുന്ന സമയത്ത് എന്തെന്നില്ലാത്ത പേടിയാണ്. അന്ന് ഞങ്ങൾക്ക് സാരി കമ്പൽസറി ആയിരുന്നു. അന്നേരം സാരിയുടെ മുന്താണി പിടിച്ച് ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് സാർ പറയുന്നു. ഞാൻ അറിയാറ് പോലുമില്ല ഞാൻ ഇങ്ങനെയാണോ ചെയ്തുകൊണ്ടിരുന്നതെന്ന്. സാറ് പറഞ്ഞു ഫേബ എന്തൊക്കെയാ ചെയ്യുന്നത്, ചുണ്ട് കടിക്കുന്നു, സാരിയുടെ മുന്താണി പിടിച്ച് ചെയ്യുന്നു, അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, എന്തൊക്കെയാണോ ചെയ്യുന്നത്. ഞാൻ പറയാൻ കാരണം അന്ന് എനിക്കുണ്ടായിരുന്ന ആ സ്റ്റേജ് ഫിയർ ഏതിലൂടെ മാറി? വൺ ക്യാൻ ബിക്കം ആൻ എക്സ്പേർട്ട് വിത്ത് പ്രാക്ടീസ്. പ്രാക്ടീസിലൂടെ. അതുകൊണ്ടാണ് എക്സ്പീരിയൻസ് മേക്സ് മാൻ പെർഫെക്റ്റ്. അതുകൊണ്ട് സ്റ്റേജ് ഫിയർ ഉണ്ടെന്ന് പറയുന്നത് ഒരു പ്രശ്നമേ ഉള്ള കാര്യമേ അല്ല. ഇതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം എനിക്കുണ്ട് എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ അല്ല. കാരണം എന്താണ്? ഇറ്റ് ഈസ് എ ലേണബിൾ സ്കിൽ. ഇത് പഠിക്കാൻ കഴിയുന്ന ഒന്നാണ്. പഠിച്ചെടുത്ത് നമുക്ക് മനസ്സിലാക്കി എക്സ്പീരിയൻസിലൂടെ പ്രാക്ടീസിലൂടെ പെർഫെക്റ്റ് ആക്കാൻ കഴിയുന്ന ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് സ്റ്റാറ്റിക് ബട്ട് എ ഡൈനാമിക് പ്രോസസ്. അങ്ങനെയെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റാറ്റിക് ബട്ട് എ ഡൈനാമിക് പ്രോസസ്. ഇതൊരു ഡൈനാമിക് പ്രോസസ് ആണ്. ഇവിടെ നാം പറഞ്ഞു വന്നത് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിനെക്കുറിച്ച് വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ, ദെൻ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ, ഈ പാർട്ടുകളെല്ലാം നമുക്ക് പഠിച്ചു പോകാം. ദെൻ വി ക്യാൻ റിപ്പീറ്റ് ഓർ സമ്മറൈസ് ദ ക്ലാസ്. ഇത്രയും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ജസ്റ്റ് ലിസൺ. ദ വേർഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് derived from the Latin word communis or communicer, which means common. Communication means exchanging ideas with someone. Communication can take place through verbal and non-verbal medium. Then it takes place around all the time. It is a basic requirement of all the activities such as social, economic and political activities. In the words of John Adair, the famous definition, according to the John Adair, communication essentially the ability of one person to make contact with another and make himself or herself understood. Then, according to the William Newman and Charles Summer, communication is an exchange of ideas, facts, opinion or emotion of two or more persons. According to Louis Allen, communication is a bridge of meaning. Then it is a systematic and a continuous process of telling, listening and understanding. Communication is an art. We can conclude that communication is an art, a science as well as a craft, as it involves creativity, verifying principles and certain vital techniques and skills respectively. Therefore, as it is art, science and craft, it is a complex process. The skills required for effective communication are learnable. One can become expert with practice. Communication is not a static but a dynamic process. Then we can conclude this session. Communication plays an important role in each and every activity. Communication ഇല്ല എങ്കിൽ നമ്മുടെ ആക്ടിവിറ്റിയിൽ ഭൂരിഭാഗവും നമുക്ക് എന്ത് പറയാം? ഇല്ലാതെ പോയി എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. ഇത് സാധാരണ രീതിയിൽ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിൽ 2 മാർക്കിന്റെ ചോദ്യമായിട്ട് ചോദിക്കാറുണ്ട്. ഡിഫൈൻ കമ്മ്യൂണിക്കേഷൻ ഓർ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇത്രയേ എഴുതുന്നുള്ളൂ. The meaning of communication is essentially ability of one person to make contact with another and make himself or herself understood. അടുത്ത ക്ലാസ്സിലെ അടുത്ത പോർഷനുമായിട്ട് നമുക്ക് പരിചയപ്പെടാം. താങ്ക് യു ഡിയർ സ്റ്റുഡൻസ്.